നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം ഇൻസ്റ്റഗ്രാം ആവും വരിക. വേറെയും കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലേ? ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അതേപോലെ തന്നെ സ്നാപ്ചാറ്റ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട് അല്ലേ, ലിങ്ക്ഡിൻ ഉണ്ട്, ട്വിറ്റർ ഉണ്ട് അല്ലേ, കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് സെല് ചെയ്യാൻ പറ്റും. സോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് യൂസ് ചെയ്തിട്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒരു ഡിജിറ്റൽ ചാനലാണ് അല്ലേ, നമ്മൾ സെർച്ച് എഞ്ചിൻ പറയുന്ന പോലെ തന്നെ ഒരു ഡിജിറ്റൽ ചാനലാണ് സോഷ്യൽ മീഡിയാസ്. സോ ഈ സോഷ്യൽ മീഡിയാസ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒക്കെ എന്ത് ചെയ്യുന്നു, സെല് ചെയ്യുന്നു, കൺവേർഷൻ കൊണ്ടുവരിക. സോ നിങ്ങൾ കുറേ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണാറുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ റീൽസ് കാണാറുണ്ട്, യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാറുണ്ട് അല്ലേ. കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുടെ കയ്യിൽ വരാറുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ടാവും, കുറേ ഫുഡ് സ്പോട്ടുകളൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ചിലതിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അത് ആവശ്യമുള്ള കണ്ടൻറ്റ് എങ്ങനെയാണ് നമ്മളെ മുന്നിലോട്ട് എത്തിയത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. സോ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ട് എന്ന് വിചാരിക്കും. അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം? ഇപ്പോൾ 1995 നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. അത് മാർക്കറ്റ് ചെയ്യാൻ അന്നത്തെ കുറേ മീഡിയംസ് ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ആ മെത്തേഡ് തന്നെയാണോ യൂസ് ചെയ്യുക? അല്ല അല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയാസ് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുക്കുക. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ദിവസം എത്ര തവണ അത് അൺലോക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഒക്കെ ശരിക്കും നമ്മൾ ഫോൺ എന്ന് പറയുന്നത് എന്തിനാ, കോൾ പർപ്പസിനാണല്ലേ. എന്നാൽ നമ്മൾ എത്ര തവണ ഇപ്പോൾ അത് കോൾ പർപ്പസിന് യൂസ് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ കൂടുതലായിട്ട് കോൾ പർപ്പസിന് അല്ല യൂസ് ചെയ്തിട്ടുണ്ടാവുക, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആപ്പുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ കോൾ പർപ്പസിനല്ലാതെ എത്ര തവണ നമ്മൾ ഈ ഫോണൊന്ന് അൺലോക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അത്രയും തവണ അല്ലെങ്കിൽ അത്രയും മണിക്കൂറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിലവഴിക്കുന്നുണ്ട്. എവിടേക്കാവും നമ്മൾ ആ ഫോൺ അൺലോക്ക് ചെയ്ത് എങ്ങോട്ട് ആദ്യം പോവുക? ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകും, എക്സ്പ്ലോർ പോകും, കുറേ റീൽസ് കാണും. അതല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉള്ളിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പോസ്റ്റുകൾ കാണും, സ്റ്റോറീസ് കാണും ഇല്ലേ. അത് മാത്രമാണോ നിങ്ങൾ കാണുന്നത്? അല്ല അല്ലേ. ഓരോ പ്രൊഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്. കുറേ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഏതെങ്കിലും കൊളാബ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ആഡ് പോലെ എന്ത് ചെയ്യുന്നത്, അവരുടെ സർവീസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റൊക്കെ പറയുന്ന വീഡിയോസ്, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള കോണ്ടൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് കോണ്ടൻറ്റ് അറിയോ കാണാറ്? 1 എഡ്യൂക്കേഷണൽ കോണ്ടൻറ്റ്, 2 എൻ്റർടൈൻമെൻറ്റ് കോണ്ടൻറ്റ്, 3 പ്രൊമോഷണൽ കോണ്ടൻറ്റ്. ഈ 3 കാറ്റഗറി കോണ്ടൻറ്റാണ് നിങ്ങൾ കൂടുതൽ കാണുന്നത്. നമുക്കൊരു കമ്പനി ഉണ്ട്, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് മാർക്കറ്റ് ചെയ്യാണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 3 കോണ്ടൻറ്റുകൾ, എഡ്യൂക്കേഷണൽ, എൻ്റർടൈൻമെൻറ്റ്, അതേപോലെ തന്നെ പ്രൊമോഷണൽ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഗിവ് എവേസ് ആയിട്ടും നമ്മളെ ഓഫേഴ്സിനൊക്കെ പ്രൊമോഷണൽ ഇഷ്ടം പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എഡ്യൂക്കേഷനിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത പല ഇൻഫർമേഷൻസും ഞാൻ പറയുന്ന ടിപ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എഡ്യൂക്കേഷണൽ കോണ്ടൻറ്റിൽ കൊണ്ടുവരാം. അതേപോലെ എൻ്റർടൈൻമെൻറ്റ് അല്ലേ, നമുക്കറിയാവുന്ന പല ചാനലുകളും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല എൻ്റർടൈൻമെൻറ്റ് കോണ്ടൻറ്റുകളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലൊരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ഈ എൻ്റർടൈൻമെൻറ്റ് കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരത് കണ്ടിരിക്കാൻ കുറേ താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടൻ്റ് ആവും അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ ബ്രാൻഡിനെ അങ്ങോട്ട് എന്ത് ചെയ്യും, മെല്ലെ കൊണ്ടുവരും അല്ലേ. അങ്ങനെ പല മീഡിയാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. പല യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജുകൾ, ഫേസ്ബുക്ക് പേജുകൾ, ഇഷ്ടം പോലെ പേജസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇത് തന്നെയാണ് നിങ്ങൾ കാണുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമ്മളത് വെറുതെ യൂസ് ചെയ്യല്ല വേണ്ടത്. നമ്മളതിലൂടെ നമുക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് ഉണ്ടെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാനും ഇത് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുവാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കേണ്ടത്. സോ ഇതാണ് സിമ്പിളായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇതിൽ തന്നെ ഓർഗാനിക്കും ഉണ്ട്, അതേപോലെ ആഡ്സും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പല റീലുകളായിക്കോട്ടെ, നിങ്ങൾ ഓർഗാനിക്കലി നിങ്ങൾ മുന്നിലോട്ട് വരുന്നതാണ് അല്ലേ. ഇത് നിങ്ങളെ മാത്രം ടാർഗറ്റ് വരുന്ന കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. മെറ്റയിലൊക്കെ വരുന്ന മെറ്റ ആഡ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പേജിൻ്റെ പേര് അതോടൊപ്പം അതിൻ്റെ താഴെ സ്പോൺസേഡ് എന്ന് എഴുതി വരുന്നത്. നിങ്ങളെ ഫ്രണ്ടിനോട് ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ ആ അഡ്വർടൈസ്മെൻ്റ് ഒന്നും അവൻ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ കണ്ടവരും ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ വരുന്നത്
നമുക്ക് കറക്റ്റ് ഓരോ ഓഡിയൻസ് ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ ഞാൻ കാണുന്ന ആഡ് ആവില്ല, വേറെ കുറച്ച് ഏജ് വ്യത്യാസമുള്ള ഒരാൾ കാണാൻ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ വെച്ച്, ഏജ് വെച്ച്, ജെൻഡർ വെച്ച് ഡീറ്റെയിൽ ആയി ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, എൻ്റെ ഡെമോഗ്രാഫിക്സ് എന്താണ്, എൻ്റെ ബിഹേവിയർ എന്താണെന്നൊക്കെ വെച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കാണിക്കാൻ പറ്റും ഒരു കമ്പനിക്ക്. സോ അഡ്വർടൈസ്മെൻറ്റ് കേസും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓർഗാനിക് റീച്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇതൊക്കെ പാടെ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സെല് ചെയ്യാൻ പറ്റുന്നത്. സോ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.